സർക്കാർ ജീവനക്കാർക്കായി 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ പ്രഖ്യാപിച്ചു. DA കുടിശ്ശിക പൂർണ്ണമായി നൽകുമെന്നും പങ്കാളിത്ത പെൻഷന് പകരമായി അഷ്വേർഡ് പെൻഷൻ പദ്ധതി നടപ്പാക്കുമെന്നും ധനമന്ത്രി. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ശമ്പള പരിഷ്കരണത്തിനായി 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ ബജറ്റിൽ പ്രഖ്യാപിച്ചു. 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും. DA കുടിശ്ശിക പൂർണ്ണമായും നൽകുമെന്നും ബാക്കി DA/DR ഗഡുക്കൾ മാർച്ചിൽ നൽകിയേക്കുമെന്നും മന്ത്രി. 5 വർഷ തത്വം പാലിച്ച് ശമ്പള പരിഷ്കരണം സമയബന്ധിതമായി നടപ്പാക്കുമെന്നും സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും അവശേഷിക്കുന്ന DA/DR ഗഡുക്കൾ പൂർണ്ണമായും നൽകുമെന്നും ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ് സ്കീം പുനഃസ്ഥാപിക്കുമെന്നും മന്ത്രി. പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരം ഏപ്രിൽ 1 മുതൽ അഷ്വേർഡ് പെൻഷൻ പദ്ധതി നടപ്പാക്കും. അവസാനം വാങ്ങിയ അടിസ്ഥാന ശമ്പളത്തിന്റെ 50% വരെ പെൻഷൻ ഉറപ്പാക്കും. DER അനുവദിക്കുകയും ചെയ്യും. നിലവിലെ NPS-ൽ നിന്നും അഷ്വേർഡ് പെൻഷനിലേക്ക് മാറ്റാനുള്ള അവസരവും ഉണ്ടാകും. NPS-ൽ തുടരാൻ ആഗ്രഹിക്കുന്നവർക്ക് തുടരാം. ജീവനക്കാരുടെയും സർക്കാരിന്റെയും വിഹിതം പ്രത്യേകം ഫണ്ടായി കൈകാര്യം ചെയ്യുമെന്നും ഏപ്രിൽ 1 മുതൽ പദ്ധതി നടപ്പാക്കാനുള്ള ഉത്തരവ് പുറത്തിറക്കുമെന്നും മന്ത്രി.